കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് 3 മണിക്ക് ഇന്ദിരാഭവനിൽ വെച്ചാണ് യോഗം ചേരുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് നടത്തേണ്ട പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് യോഗത്തിൽ തീരുമാനമെടുക്കും. അയോധ്യ കൊള്ള ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രതിഷേധങ്ങളിലും തീരുമാനമെടുക്കും. നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട്. നോബൽ, വിഷയങ്ങൾ ഒരുപാടുണ്ട്. വന്ദേമാതര വിവാദമുണ്ട്, വനിതാ ബില്ലുണ്ട്, മണ്ഡല പുനർനിർണ്ണയമുണ്ട്, FCRA ഉണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചർച്ചയാകും അല്ലേ? തീർച്ചയായും ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗമാണ് 3 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട യോഗമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർലമെന്റ് അകത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി, വിദ്യാർത്ഥികൾക്ക് എതിരായ പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്തതിലുണ്ടായ വീഴ്ച, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി, വലിയ തരത്തിൽ ലാത്തിചാർജ് ഉണ്ടായി. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമിത്ഷായ്ക്കെതിരെ പാർലമെന്റിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷം നടത്തിയതാണ്. ഇനിയിപ്പോൾ തുടർ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് ആലോചിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ പ്രവർത്തക സമിതി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രവർത്തക സമിതി യോഗത്തിൽ അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടുള്ള പ്രതിഷേധങ്ങൾ ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാകും. ഒപ്പം അയോധ്യ രാമക്ഷേത്രക്കുള്ള അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ സജീവ ചർച്ചയാക്കി നിർത്തേണ്ട സാഹചര്യം ഉണ്ട്. അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. FCRA അടക്കമുള്ള വിഷയങ്ങളൊപ്പം മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഏത് തരത്തിലായിരിക്കും ഇനിയിപ്പോൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടി തുടങ്ങിയ കാര്യങ്ങളും ഇന്നിപ്പോൾ ചർച്ചയിൽ യോഗത്തിൽ ഉയർന്നു വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം വരാനിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളടക്കം ആലോചിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലും പ്രവർത്തക സമിതി ഇന്നിപ്പോൾ ചർച്ചകൾ ഉണ്ടാകും എന്ന് അറിയാൻ കഴിയും. സ്വാഭാവികമായും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വന്ദേമാതര വിവാദമൊക്കെ വലിയ തരത്തിൽ ചർച്ചയിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട്. കാരണം നിലവിൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് വലിയ മേൽക്കൈ കേന്ദ്ര സർക്കാരിന് മേൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷേ വന്ദേമാതരം അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായതോടെ അതിനൊരു മേന്മ, അതിനൊരു സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചില മുതിർന്ന നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ വന്ദേമാതരം പോലുള്ള വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന നിലപാടൊക്കെ ചില മുതിർന്ന നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും വിശദമായി തന്നെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുക, അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ സംസ്ഥാന തലങ്ങളിലും ജില്ലാ തലങ്ങളിലൊക്കെ പ്രതിഷേധങ്ങളടക്കം സംഘടിപ്പിക്കുക, ഒപ്പം പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം നിർത്തിക്കൊണ്ട് യോജിച്ചു പോകാവുന്ന ഇടങ്ങളിലൊക്കെ യോജിച്ചു പോകുക തുടങ്ങിയ നീക്കങ്ങളൊക്കെ ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വരും, തീരുമാനങ്ങളായി ഉയർന്നു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ 3 മണിക്ക് ഇന്ദിരാഭവനിൽ വെച്ചാണ് പ്രവർത്തക സമിതിയുടെ അടിയന്തര യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരായ നിലപാടുകളടക്കം ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.